ഇത് സാങ്കേതികമായിട്ടും റെഡ് മീറ്റിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. കശുവണ്ടി ഒരു നമുക്കറിയാം, ഏതൊരു പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും എവിടെയും ജാതിമത അല്ലെങ്കിൽ ഭൂമിശാസ്ത്ര പരിമിതികളൊന്നുമില്ലാതെ ഉപയോഗിക്കുന്നൊരു സ്നാക്സാണ്. നമുക്കൊരു കശുവണ്ടി ഒരു പായസത്തിൽ നിന്ന് കിട്ടിയാൽ ഭയങ്കര സന്തോഷമാകും. നമ്മളിപ്പോഴും കശുവണ്ടി ദൈനംദിന ഫുഡിൽ ഉപയോഗിക്കുന്ന സംസ്കാരത്തിലേക്ക് വന്നില്ല, കാരണം അതൊരു പ്രീമിയറായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ ഈ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നവൻ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെയുള്ളവനും ഉപയോഗിക്കുന്നവൻ ഏറ്റവും വലിയവനുമാണ്. കശുവണ്ടി യഥാർത്ഥത്തിൽ മുളച്ചു പോകും. ഈ കാലം തെറ്റിയുള്ള മഴ പെയ്യുമ്പോഴും ജൂൺ മാസത്തിലൊക്കെ മഴ പെയ്യുമ്പോൾ കശുവണ്ടി മുളച്ചത് കിളുത്തു പോകും. അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നനഞ്ഞ കശുവണ്ടി കൊല്ലത്തെ ഫാക്ടറികൾ ഉപയോഗിക്കില്ല. ഇങ്ങനെ കർഷകർക്ക് ഹാർവസ്റ്റ് ലോസ് ആകുന്ന കശുവണ്ടിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം? അത് മുളക്കുമ്പോൾ പരമ്പരാഗതമായിട്ട് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ അമ്മയൊക്കെ വളരെ കുറച്ച് കിട്ടും, 5-10 കിട്ടും. അതുകൊണ്ട് ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റാണ്. അത് വ്യാവസായികമായിട്ട് ഉണ്ടാക്കാനാവുമോ, അതൊരു കർഷകന് ഉൽപ്പാദിപ്പിക്കാനാവുന്ന തരത്തിലുണ്ടാകുമോ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ആലോചിച്ചിട്ടാണ് ഇത്തരത്തിൽ കശുവണ്ടി മുളപ്പിക്കലും, യഥാർത്ഥത്തിൽ കശുവണ്ടി മുളപ്പിക്കലല്ല, ആ മുളപ്പിച്ച കശുവണ്ടിയുടെ കൊമേഴ്സ്യലൈസേഷൻ വ്യാവസായികമായിട്ടൊരു കർഷകന് ചെയ്യാമെന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിന് ആണ് ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. കശുവണ്ടിയുടെ മുളപ്പിക്കൽ എന്നുള്ളത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അതിന് ചെറിയ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്രകാരത്തിലാണ് ഞാനിവിടെ കശുവണ്ടി മുളപ്പിക്കുന്നത്. അതിനായിട്ട് നമ്മൾ മുളപ്പിക്കാനുള്ള കശുവണ്ടി ഇതുപോലെ വെള്ളത്തിൽ പുതിർത്ത് വെക്കും. ഇതൊരു 5% വീര്യമുള്ള സലൈൻ വാട്ടറാണ്. ഇത്തരത്തിൽ മേൽഭാഗത്ത് പൊങ്ങിക്കിടക്കുന്ന കശുവണ്ടികളെല്ലാം തന്നെ മുളക്കൽ ക്ഷമത വളരെയധികം കുറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരം കശുവണ്ടികൾ എടുത്ത് മാറ്റും. ബാക്കി കശുവണ്ടികളും ആണ് ഏകദേശം നമ്മൾ 56 മണിക്കൂറോളം കശുവണ്ടിയെ സോക്ക് ചെയ്ത് വെക്കും. ഈ സോക്ക് ചെയ്ത കശുവണ്ടിയാണ് നമ്മൾ മുളപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സോക്ക് ചെയ്ത കശുവണ്ടി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിരിക്കുന്ന കൊയർപ്പിത്ത്, അതായത് ചകിരിച്ചോറിൽ അതിൻ്റെ pH ഒക്കെ വളരെ കറക്റ്റ് ചെയ്യണം. ഇത് സാധാരണ സീഡ് ട്രേകളിൽ ഇത് ആദ്യം ചെറിയൊരു ലെയർ ഇട്ടതിന് ശേഷം കശുവണ്ടി ഇതിനകത്തേക്ക് പാകുകയാണ് ചെയ്യുക. കശുവണ്ടികൾ പാകാനായിട്ട് അതിന് ഈ തരത്തിലാണ് ഇത് പാകേണ്ടത്. കശുവണ്ടികൾ ഇത്തരത്തിൽ നമ്മൾ പാകുന്നു. ഇത്തരം ചകിരിച്ചോറുകൾ സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ ബാക്ടീരിയ കണ്ടാമിനേഷൻ ഉണ്ടാകുകയും നമുക്ക് ഉൽപ്പാദന നഷ്ടം വളരെ വൻതോതിൽ ഉണ്ടാകുകയും ചെയ്യും. ഇത്തരത്തിൽ ചകിരിച്ചോറ് കൊണ്ട് അതിൻ്റെ മേൽഭാഗം കൂടെ കവർ ചെയ്തതിന് ശേഷം ഈ സീഡ് ട്രേകൾ നമ്മൾ ആവശ്യത്തിന് നനച്ചിട്ട് നമ്മളിത് ജെർമിനേഷൻ റൂമിലേക്ക്, നമ്മളവിടെ നിന്ന് പാകിയ സീഡ് ട്രേകൾ നമ്മൾ ഈ മൾച്ചിങ് ഷീറ്റിൽ വെച്ചിട്ട് ഈ ജെർമിനേഷൻ റൂമിൽ വെക്കും. ഇത് ഇന്നലെ ഞാൻ ചെയ്തതാണ്. അവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇന്നലെ വെച്ചിരിക്കുന്നതാണ്. ഇത് ഏകദേശം 5 കിലോ കശുവണ്ടിയാണ് ഇത് പാകി വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇത് നന്നായി പുതയിട്ട് കൂടുതൽ ഹ്യൂമിഡിറ്റി, ആർദ്രത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ പുതയിടുന്നത്. ഇതിൻ്റെ ഡേറ്റും എഴുതി വെക്കും. ഇനി 15 ദിവസം കഴിയുമ്പം ഇത് മുളക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതിന് നല്ല ആർദ്രത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്രിമമായിട്ട് ആർദ്രത കൊടുക്കാൻ ഹ്യൂമിഡിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഹ്യൂമിഡിറ്റേറ്റർ ഉണ്ട്. ആ ഹ്യൂമിഡിറ്റേറ്റർ വെച്ചിട്ട് 95% ഹ്യൂമിഡിറ്റി ഉണ്ടാക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തെ ചൂട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് 35 ഡിഗ്രിയാണ് ചൂട് നിയന്ത്രിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ശീതീകരണ സംവിധാനവും ഇവിടെയുണ്ട്. ആർദ്രത നോക്കാനുള്ള ഈ മെഷീൻ, ഇത് ഓട്ടോമാറ്റിക് മെഷീനാണ്. ഇതിന് സെൻസറുകളുണ്ട്. ഈ സെൻസറുകളിൽ ഉപയോഗിച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊള്ളും. പിന്നെ ഇത് ഇത്തരത്തിലും അവിടെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിനുശേഷം ഒരു 15 ദിവസം കഴിയുമ്പോൾ നമ്മുടെ മുളപ്പിച്ച കശുവണ്ടി വിളവെടുക്കാൻ സജ്ജമാവും. ഇത് 16-ാമത്തെ ദിവസം വിളവെടുക്കാൻ തയ്യാറായിട്ടുള്ളതാണ്. നമുക്ക് നോക്കിയാൽ കാണാം, ഇതിലുള്ള ഏകദേശം മുഴുവനായിട്ടും കശുവണ്ടി ഏകദേശം ഒരു 5-10 എണ്ണം ഒഴികെ ബാക്കിയെല്ലാം മുളച്ചിട്ടുണ്ട്. ഇങ്ങനെ കശുവണ്ടി മുളച്ച് കിട്ടണമെങ്കിൽ അതിന് കുറച്ച് സാങ്കേതികമായിട്ടുള്ള വിഷയമുണ്ട്. അതായത് കശുവണ്ടിയുടെ മുളക്കൽ ക്ഷമത സാധാരണ 90 ദിവസമാണ്. അത് കഴിഞ്ഞിട്ട് ആ മുളക്കൽ ക്ഷമത, അങ്കുരണശേഷി പിന്നെയും കൂട്ടാൻ വേണ്ടിയിട്ട് ചില ശാസ്ത്രീയമായ മാർഗ്ഗങ്ങളുണ്ട്. അതിന് ഞാൻ പേറ്റൻറ്റിന് അപേക്ഷിച്ചിട്ടുണ്ട്. പേറ്റൻറ്റ് പബ്ലിഷ്ഡാണ്. ഞാൻ 1 വർഷം കഴിഞ്ഞാലും ഈ കശുവണ്ടി മുളപ്പിച്ചെടുക്കും. ഇത്തരത്തിലുള്ള പറിച്ചെടുത്തിരിക്കുന്ന, പറിക്കാൻ റെഡിയായിരിക്കുന്ന, ഹാർവസ്റ്റ് ചെയ്യാൻ റെഡിയായിരിക്കുന്ന കശുവണ്ടികൾ നമ്മൾ
പറിച്ചെടുക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കശുവണ്ടി മേഖലയിൽ കശുവണ്ടി വ്യവസായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കശുവണ്ടിയുടെ തൊഴിലിൽ നിന്നുണ്ടാകുന്ന എണ്ണയാണ്. ഈ എണ്ണ കൈക്ക് പൊള്ളുകയും ഒരുപാട് പ്രശ്നങ്ങളുള്ളതിനെ കൊണ്ട് കശുവണ്ടി മേഖല എപ്പോഴും മെക്കനൈസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചെറുകിട നാമമാത്ര കർഷകർക്ക് ഒരിക്കലും കശുവണ്ടി മേഖലയിലേക്ക് ഇടപെടാൻ പറ്റാതെ അവർക്ക് ഒരു സാധാരണ ഒരേക്കറുള്ള കർഷകന് കശുവണ്ടി ഫാക്ടറി ഇടാനാവില്ലല്ലോ. അത്തരം വിഷയങ്ങൾക്ക് വലിയൊരു പരിഹാരമാണിത്. നമുക്ക് ഈ കശുവണ്ടിയുടെ ഷെല്ല് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയുമില്ല. ഇതിന് പ്രത്യേകിച്ച് ഒരു മെഷീനറിയുടെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈക്കൊന്നും പറ്റത്തുമില്ല. ഇത്തരത്തിൽ ഊരിയെടുത്തിരിക്കുന്ന മുളച്ച കശുവണ്ടിയുടെ ബീജദളങ്ങൾ അഥവാ കോട്ടിലീഡിയൻസ്, ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഈ കോട്ടിലീഡിയൻസ് ശാസ്ത്രീയമായിട്ട് അണുവിമുക്തമാക്കി ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ വാല്യൂ അഡീഷൻ നടത്താനും പറ്റും. ഈ വിവിധങ്ങളായിട്ടുള്ള മുളപ്പിച്ച കശുവണ്ടിയുടെ വിഭവങ്ങൾ ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഊരിയെടുക്കാം. ഇത്തരത്തിൽ ഊരിയെടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗമുണ്ട്. ഇതിന് ശാസ്ത്രീയമായിട്ട് പ്ലിമ്യൂൾ എന്നാണ് പറയുക. തളിര് അല്ലെ മുകുളം എന്ന് മലയാളത്തിൽ പറയാം. ഇതും വളരെ രുചികരമായിട്ടുള്ള തിന്നാൻ പറ്റുന്നൊരു വിഭവമാണ്. ഇതുകൊണ്ടും ഉള്ള വിവിധങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ സാധാരണ ഒരു കർഷകന് അവൻ്റെ വീട്ടിൽ തന്നെ വളരെ ലളിതമായിട്ട് വലിയ ചിലവൊന്നും ഇല്ലാതെ മുളപ്പിച്ച കശുവണ്ടി എന്നുള്ള ഒരു സംരംഭം ഉണ്ടാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് പറ്റും. അതിനായിട്ട് വിവിധങ്ങളായിട്ടുള്ള സ്കീമുകൾ ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യോൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊക്കെ അവൈലബിൾ. എനിക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ഇത്തരം സങ്കേതങ്ങളിൽ നിന്ന് ധാരാളം കിട്ടിയിട്ടുമുണ്ട്. ഈ ഒരു ജെർമിനേഷൻ റൂം 25 കിലോ മുളപ്പിച്ച കശുവണ്ടി ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജെർമിനേഷൻ റൂമാണ്. ഇത് അൾട്രാ വയലറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഷീറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മോഡലാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ആർദ്രത ക്രമീകരിക്കാനുള്ള ഹ്യൂമിഡിറ്റേറ്ററിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഹ്യൂമിഡിറ്റി 70 ശരിക്കും 94.5 ഹ്യൂമിഡിറ്റി ആകുമ്പോഴേ ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നത് കൊണ്ടും ഡോറ് തുറന്നിട്ടത് കൊണ്ടുമാണ് ഹ്യൂമിഡിറ്റി താഴേക്ക് വരുന്നത്. 95% ഹ്യൂമിഡിറ്റി വേണം ഇത് കശുവണ്ടി മുളച്ച് വരാനായിട്ട്. അതേപോലെ ഇതിൻ്റെ അകത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലാകുമ്പം ടെമ്പറേച്ചർ വളരെയധികം അധികരിക്കും. അപ്പം നമ്മൾ ശീതീകരണ സംവിധാനം പുറമേ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ശീതീകരിക്കും. അത്തരത്തിൽ ഇതൊരു കൺട്രോൾഡ് ക്ലൈമറ്റിലുള്ള ഒരു ജെർമിനേഷൻ റൂമാണ്. ഈ റൂമിൽ ഇതേ സമയത്ത് തന്നെ കൂണും ഞാൻ മുളപ്പിച്ചെടുക്കാറുണ്ട്. അതുകൊണ്ട് ഇത് ഇപ്പം ഞാൻ മുളപ്പിച്ച കശുവണ്ടിയോടൊപ്പം തന്നെ കുമിൽ മെഷറൂം ഓയിസ്റ്റർ മെഷറൂം ഞാൻ ഇതിനകത്ത് മുളപ്പിച്ചെടുക്കാറുണ്ട്. മുളപ്പിച്ച കശുവണ്ടിയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകരായിട്ടുള്ള സാധാരണ കർഷകർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ പെട്ടെന്ന് കേടായി പോകും. നമ്മുടെ ഇവിടെ ഒരു 5 ഡിഗ്രിയിലൊക്കെയുള്ള സപ്ലൈ ചെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവുള്ളൂ. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ടും ഒരുപാട് ചിലവുള്ളതായതുകൊണ്ടും മുളപ്പിച്ച കശുവണ്ടി അന്നന്ന് ഉണ്ടാക്കുന്നത് വിറ്റുപോയില്ലെങ്കിൽ അതിനെ മറ്റ് തരത്തിലേക്ക് വാല്യൂ അഡീഷൻ മൂല്യവർദ്ധിതം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് വഴി. ഇത്തരത്തിൽ വിവിധങ്ങളായ മൂല്യവർദ്ധിത വസ്തുക്കൾ മുളപ്പിച്ച കശുവണ്ടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരെണ്ണമാണ് ഇത് ഉപ്പിലിട്ടതാണ്. സാധാരണ നമ്മളൊക്കെ നെല്ലിക്ക് മാങ്ങി ഉപ്പിലിടുന്നത് പോലെ ഉപ്പിലിട്ടതാണ്. ഈ ഉപ്പിലിട്ട കശുവണ്ടി ഗോവയിൽ ഒക്കെ നന്നായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആമസോണിലുണ്ട്. അപ്പം ഇത് ഉപ്പിലിട്ടതാണ്. ഇത് ഫ്രഷാണ്. കശുവണ്ടി ഇങ്ങനെ പച്ച ലൈവായിട്ട് കാണുന്നത് എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനെ കൊണ്ട് പിക്കിൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് റെഡ് ചില്ലിയിൽ ഉണ്ടാക്കിയ പിക്കിളാണ്. ഒരു റെഡ് ചില്ലിയിൽ ഉണ്ടാക്കിയ ഒരു പിക്കിളിൻ്റെ കാര്യം പറയുമ്പോൾ ഇത്രയും വളരെ ന്യൂട്രീഷ്യസ് ആണ്. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു റിയൽ മീറ്റ് റീപ്ലേസ്മെൻ്റ് ആണ്. ഈ പുതിയ ലോകക്രമത്തിൽ വെജിറ്റേറിയനിസം കൂടി വരുന്നുണ്ട്. മാത്രമല്ല വീഗൻ കൾച്ചർ വളരെ കൂടി വരുന്നുണ്ട്. ഈ വീഗൻ കൾച്ചറിൽ കൂടി വരുമ്പോൾ നമ്മൾ മീറ്റ് റീപ്ലേസ്മെൻറ്റ് സോയാബീനൊക്കെ മീറ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമെങ്കിലും ഒരു ടെക്നിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ അതായത് എന്തൊക്കെയാണോ നമുക്ക് ഒരു മാംസത്തിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ്, ആ അമിനോ ആസിഡ്സ് എല്ലാം വെജിറ്റബിളിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ 7-8 പച്ചക്കറികൾ വാങ്ങിച്ച് കഴിക്കണം. ഓൾ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഒരു സിംഗിൾ വെജിറ്റബിളിൽ സാധാരണയില്ല. ആദ്യമായിട്ടാണ് 13 ഓൾ അമിനോ ആസിഡ്സുകളും
എസൻഷ്യൽ അമിനോ ആസിഡ്സുകളും ഒരു വെജിറ്റബിളിൽ തന്നെ ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തത് എൻ്റെ R&Dയിലാണ്. അതിനെനിക്ക് ധാരാളം അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. 2022-23 നാഷണൽ ബെസ്റ്റ് കാഷ്യൂ എൻ്റർപ്രണർ അവാർഡും എനിക്കായിരുന്നു. അതുകൊണ്ട് ഈ കാഷ്യൂ മുളപ്പിച്ച കശുവണ്ടി യഥാർത്ഥത്തിൽ മീറ്റ് റീപ്ലേസ്മെൻറ്റ് എന്നുള്ളത്, അതിൻ്റെ രുചി ഏകദേശം എല്ലാവർക്കും അറിയാം. ഇത് മുളപ്പിച്ച കശുവണ്ടിയൊക്കെ കണ്ണൂരും കൊല്ലത്തും ഒക്കെയുള്ള ആൾക്കാരൊക്കെ തീയലുണ്ടാക്കിയിട്ടും വറുത്തരച്ച കറികൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഒരു നോൺ വെജിറ്റേറിയൻ ടൈപ്പ് പ്രിപ്പറേഷൻ ചെയ്യും. അപ്പം ഇറച്ചിയുടെ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ രുചി എന്നുള്ളത് മാത്രമല്ല, ഇത് സാങ്കേതികമായിട്ടും റെഡ് മീറ്റിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഞാൻ അത്തരത്തിൽ ഒരു സാധ്യതയുള്ള സാധനത്തിനെ കൊണ്ട് ചുവന്ന മുളകിൻ്റെ അച്ചാർ ഉണ്ടാക്കിയപ്പോൾ ആൾക്കാർ അച്ചാറിനെ ഒരു ഹെൽത്തി ഭക്ഷണമായിട്ട് കാണുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ ചുവന്ന മുളക് ഒഴിവാക്കി ഞാനത് കാന്താരി മുളകിൽ അച്ചാറുണ്ടാക്കി. അപ്പം നമുക്കൊരു ഏറ്റവും കേരളത്തിലെ കർഷകരുടെ എല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു പ്രതിസന്ധി വരുമ്പം പിന്മാറുന്നതിന് പകരം പ്രതിസന്ധികളെ അവസരങ്ങളാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ചുവന്ന മുളകിലാണ് പ്രശ്നമെങ്കിൽ അപ്പോൾ അത് നിർത്തുന്നതിന് പകരം ചുവന്ന മുളകിന് മാറ്റി കാന്താരി മുളകാക്കിയപ്പോൾ ആമസോണിൽ ഈ സാധനം നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട്. ഇപ്പോഴെൻ്റെ പുതിയ യൂണിറ്റ് എല്ലാം മെക്കനൈസ്ഡ് ആയിട്ടുള്ള യൂണിറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 മാസത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യും. അതുപോലെ അതിൻ്റെ തളിരിൽ നിന്നുമുള്ള ഒരു മൈക്രോ ഗ്രീൻ പിക്കിൾ, അങ്ങനെ അത്തരം ഒരു പിക്കിളുകൾ ആദ്യമായിട്ടുണ്ടാക്കിയത് മൈക്രോ ഗ്രീനിൻ്റെ തളിരുകൾ ഭക്ഷിക്കുന്നൊരു സംവിധാനം ലോകത്തിൽ കൂടിക്കൂടി വരികയാണ്. അത്തരത്തിൽ മുളപ്പിച്ച കശുവണ്ടിയുടെ തളിരിൽ നിന്നുള്ള പിക്കിളുണ്ട്. അത് ഡീഹൈഡ്രേറ്റ് ഉണക്കി പൊടിച്ചിട്ട് അതിനെക്കൊണ്ട് സൂപ്പ് പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പുതിയ യൂണിറ്റിനകത്ത് ഇതിനകത്ത് റിട്ടോട്ടിംഗ് എന്ന് ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് 1 വർഷം കഴിഞ്ഞാലും കഴിക്കാനാവുന്ന പ്രിസർവേറ്റീവ്സുകൾ ഇല്ലാത്ത റെഡി ടു കൺസ്യൂം ആയിട്ടുള്ള പലതരം കറികൾ വെജിലും നോൺ വെജിലും മുളപ്പിച്ച കശുവണ്ടിയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഈ മുളപ്പിച്ച കശുവണ്ടി പോലെ തന്നെ വളരെയധികം ഒരു സാധ്യതയുള്ള മറ്റൊരു സാധനമാണ് പിഞ്ചണ്ടി. ഇംഗ്ലീഷിലാണെങ്കിൽ ടെൻഡർ കാഷ്യൂ എന്ന് പറയും. ഈ പിഞ്ചണ്ടിയും വളരെ രുചികരമാണ്. നമ്മുടെ എന്തോന്നറിയില്ല, നമ്മൾ 6 മാസം കാത്തിരുന്ന് തേങ്ങയാവാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ കശുവണ്ടി പിഞ്ചണ്ടീൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ കർഷകർക്ക് ഇനിയും ഒരു മാനസികമായിട്ട് തയ്യാറായിട്ടില്ല. കശുവണ്ടി 2 മാസം കാത്ത് ഉണങ്ങി വീണ് പെറുക്കി കൊണ്ടുവരുന്നതിനേക്കാൾ ലാഭകരമായിട്ട് പിഞ്ചണ്ടിയെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് കർഷകർക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കാം. ഈ തരത്തിലുള്ള പ്രായം ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് പിഞ്ചണ്ടിയെ പറിക്കാം. പിഞ്ചണ്ടിയെ പറിച്ചതിന് ശേഷം ഇതൊരു എൻ്റെ സുഹൃത്ത് ഉണ്ടാക്കിയിട്ടുള്ള മെഷീനാണ്. ആ മെഷീനിൽ പിഞ്ചണ്ടി നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പിഞ്ചണ്ടി കിട്ടും. ഈ മെഷീൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. ഇത്തരത്തിൽ പിഞ്ചണ്ടി പ്രോസസ്സ് ചെയ്യുന്ന മെഷീൻ ലോകത്തിൽ വേറെ എവിടെയും ഉള്ളതായിട്ട് അറിയത്തില്ല. ഇതൊരു സുഹൃത്ത് ഉണ്ടാക്കിയതാണ്, മഹാരാഷ്ട്രയിലുള്ളൊരു സുഹൃത്ത് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇതത്ര യൂസർ ഫ്രണ്ട്ലി ആയിട്ടില്ല. നമുക്ക് എണ്ണ പറ്റാതെ തന്നെ ഈ മെഷീനിൽ നിന്ന് നമുക്ക് പിഞ്ചണ്ടിയെ പ്രോസസ്സ് ചെയ്തെടുക്കാം. ഈ പിഞ്ചണ്ടിയെ അതിശീതീകരണം ഫ്രോസൺ ചെയ്ത് നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാനാവും. അതുകൊണ്ട് സീസണൽ ക്രോപ്പായിട്ടുള്ള കാഷ്യൂ ഈ പിഞ്ചണ്ടി നമുക്ക് 365 ദിവസവും അവൈലബിൾ ആക്കാൻ വേണ്ടി പറ്റും. നമുക്ക് നേരത്തെ തന്നെ ഹാർവസ്റ്റ് കിട്ടുന്നതിനെ കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള അണ്ടിയും മോശമായി പോകുന്നതും അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഹാർവസ്റ്റ് ലോസുകളും മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിലക്കുറവിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് പിഞ്ചണ്ടി പ്രോസസ്സിങ് കഴിയും. പിഞ്ചണ്ടി ഇതുവരെ ആൾക്കാർ പ്രോസസ്സ് ചെയ്യാത്തതിന് കാരണം അതിനകത്ത് ഒരു ചെറിയ ഒരു കർഷകർക്ക് താങ്ങാനാവുന്ന നിലയിലുള്ള കട്ടിംഗ് മെഷീനൊന്നും അവൈലബിൾ ഇല്ലായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള മെഷീൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അത് 1 മണിക്കൂറിൽ നമുക്ക് 10 കിലോ വരെ ചെയ്യാൻ പറ്റും, ഈ മെഷീനിൽ പറ്റും. അപ്പം പിഞ്ചണ്ടി പ്രത്യേകിച്ച് കാനറ മേഖലയിൽ വിശിഷ്ടമായിട്ടുള്ളൊരു വിഭവമാണ്. വളരെ ടേസ്റ്റുള്ളതും വളരെ വെറൈറ്റി ആയിട്ടുള്ള വിഭവമാണ്. അപ്പം ഇതിൻ്റെയും വിഭവങ്ങൾ ഞാൻ മാർക്കറ്റിലേക്ക് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് കശുവണ്ടിയുടെ മുളപ്പിച്ച കശുവണ്ടി ആയാലും ശരി, അതുപോലെ തന്നെ നമ്മുടെ ടെൻഡർ കാഷ്യൂ പിഞ്ചണ്ടി ആയാലും ശരി, ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കേടായിപ്പോകും. അതിന് റിട്ടോട്ടിംഗ് എന്ന് പറയുന്ന ഒരു സാധാരണ നമ്മൾക്ക് മലയാളിക്ക് തീരെ പരിചയമില്ലാത്തതും കേട്ട് കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് റിട്ടോട്ടിങ്. 1 വർഷം കഴിഞ്ഞിട്ടും കേടാവാത്ത ചക്കപ്പുഴുക്കോ അല്ലെങ്കിൽ 1 വർഷം കേടാവാത്ത കറി എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് കെമിക്കലുകളുണ്ട് എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ സാങ്കേതികമായിട്ട് ഈ വിവരം ഇല്ലാത്തതിനുമാണ്. ഞാനും അങ്ങനെയായിരുന്നു പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ റിട്ടോട്ടിങ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനെ സ്റ്റെറിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അത് ഒരു ജാപ്പാനീസ് ടെക്നോളജിയാണ്. നമ്മുടെ മിലിറ്ററിയോ അല്ലെങ്കിൽ കടലിൽ യാത്ര ചെയ്യുന്ന ഇപ്പം നമ്മുടെ ഇന്ത്യൻ്റെ അഭിലാഷ് ടോമിയൊക്കെ പോയിരിക്കുന്ന സാധനമൊക്കെ അവരൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഭക്ഷണം എന്ന് വെച്ചാൽ റിട്ടോട്ട് ഫുഡാണ്. യൂറോപ്പിൽ വളരെ ജനകീയമായിട്ട് ഉപയോഗിക്കുന്നത് റിട്ടോട്ട് ചെയ്ത ഫുഡാണ്. ഈ റിട്ടോട്ട് ചെയ്യുന്ന ഫുഡുകളിൽ ഒരു പ്രിസർവേറ്റീവ്സും ഉണ്ടാവില്ല. ഇത് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് ഈ ചേമ്പറിലേക്ക് കയറ്റി വെച്ചിട്ട് അതിഭീകരമായ പ്രഷർ കൊടുക്കും. ഏകദേശം നമ്മുടെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പ്രഷറുകളാണ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഭൂമിയിലെ സാധാരണ കാലാവസ്ഥയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അതിജീവിക്കുന്ന ബാക്ടീരിയകളോ വൈറസുകളോ മോൾഡുകൾ ഈസ്റ്റുകൾ എന്നുപോലുള്ള എല്ലാ സാധനവും ഈ അതിശക്തമായ പ്രഷറിൽ ഇല്ലാതാകുകയും ആ റിട്ടോട്ട് പൗച്ചിന് 0% അതിൻ്റെ അകത്തേക്കുള്ള പിന്നീട് പുറമേ നിന്നുള്ള ഒരു ബാക്ടീരിയക്ക് കടക്കാനുള്ള സാധ്യത. അതുകൊണ്ട് ആ ഭക്ഷണം എല്ലാ കാലത്തേക്കും ബാക്ടീരിയയുമായിട്ടും മറ്റ് ഈസ്റ്റും ആയിട്ടും ഏതെങ്കിലും മോൾഡുകളുമായിട്ടും ഒന്നും പ്രവർത്തിക്കാതെ സ്റ്റെറൈലായിട്ട് തന്നെ നിൽക്കും. ആ സ്റ്റെറൈലായിട്ട് നിൽക്കുന്നതിനെ കൊണ്ട് ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ആവശ്യമാണ്. ഇത് വളരെ ഹെൽത്തിയാണ്. പക്ഷേ സ്വാഭാവികമായിട്ടുള്ള രുചിയിൽ നിന്നും ചെറിയ വ്യത്യാസം ഉണ്ടാകും. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ പറയാറില്ലേ, ഉയരം കൂടുന്തോറും ചായയുടെ പരസ്യത്തിൽ പറയുന്നത് തിരിച്ചിട്ടാണെങ്കിലും ഉയരം കൂടുന്തോറും ഇപ്പോൾ വയനാട്ടിൽ പോയി ചായ കുടിച്ച് കഴിഞ്ഞാൽ 98 ഡിഗ്രിയിൽ വെള്ളം തിളക്കും. അപ്പം ചായക്ക് സ്ട്രോങ് കുറയുക ചെയ്യുക ഉയരം കൂടുമ്പോൾ. പക്ഷേ നമ്മൾ കിണറിൻ്റെ അടിയിൽ നിന്നാണ് വെള്ളം തിളപ്പിക്കുന്നതെങ്കിൽ ചായ 101 ഡിഗ്രിയിലാകുക. അപ്പം സ്ട്രോങ് കൂടുക ചെയ്യുക. അതിനെ കുറച്ചും കൂടെ ശാസ്ത്രീയമായി ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഉയർന്ന അന്തരീക്ഷ മർദ്ദത്തിൽ ടെമ്പറേച്ചറും പ്രഷറും കൊടുത്തുകൊണ്ട് ഈ മുളപ്പിച്ച കശുവണ്ടിയെയും പിന്നെ അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സാധനങ്ങളെയും പിഞ്ചണ്ടിയെയും പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു മുഖ്യമായിട്ടുള്ള ഒരു സംഭവം റിട്ടോട്ടിംഗ് ആണ്. ഈ റിട്ടോട്ടിംഗ് 100% മെക്കനൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് AIF ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള മെഷീനറികൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കും. ഇതാണ് പ്രതീക്ഷിക്കുന്നത്.